ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് ഓഫ് വേരിയബിലിറ്റി ഇൻ മെഷർമെൻറ്റ്സ്. വേരിയബിലിറ്റി ദസ് അപ്പിയർ ടു ബി ആൻ ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ പ്രോസസ്സ്. എല്ലാ മാനുഫാക്ചറിങ് പ്രോസസ്സിലുള്ള ഒരു ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേരിയബിലിറ്റി. The purpose of statistical analysis is to examine this variability and to detect when and to what extent external factors enter into the process to alter the variability pattern. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേരിയബിലിറ്റീനെ എന്ത് ചെയ്യുക, എക്സാമിൻ ചെയ്യാനാണ്. അതായത് ഇതിനെ വേരിയബിലിറ്റി പാറ്റേൺ ആൾട്ടർ ചെയ്യാൻ വേണ്ടി, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എൻ്റർ ചെയ്യേണ്ടത്, എന്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുക, അത് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൻ്റെ പർപ്പസ്. പ്രോഡക്ട്സ് മാനുഫാക്ചർഡ് വിൽ നോട്ട് ബി എക്സാക്ട്ലി അലൈക്ക്. എല്ലാ പ്രോഡക്ട്സുകളും മാനുഫാക്ചർ ചെയ്യുന്നത് ഒരിക്കലും ഒരുപോലെ അല്ല. ഓരോ സ്ലൈറ്റ് വേരിയേഷൻസും കൊടുത്തിട്ടാണ് ഓരോ പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത്. There will be slight variations in their characteristics such as length, diameter, size, etc. ഓരോ പ്രോഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റായ ലെങ്ത്ത്, ഡയമീറ്റർ, സൈസ് ഇതിലെല്ലാം സ്ലൈറ്റ് വേരിയേഷൻസ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഓരോ പ്രോഡക്റ്റും മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ദീസ് വേരിയേഷൻസ് ആർ ആക്സെപ്റ്റഡ് ഓർ ടോളറേറ്റഡ് ഇഫ് ദേ ആർ വിത്തിൻ ലിമിറ്റ്സ്. ഇപ്പോൾ വേരിയേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ലിമിറ്റിലാണ്, ഇത്ര ലിമിറ്റ് മുതൽ ഇത്ര ലിമിറ്റ് വരെയുള്ള ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വേരിയേഷൻസും നമ്മൾ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. There are two types of variations. First one, variations due to chance factors. Second, variation due to assignable causes. വേരിയേഷൻ ഡ്യൂ ടു ചാൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മെഷീനിൽ നമ്മൾ നെറ്റ് സ്ക്രൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ മെഷീനിൽ ബാക്ക്ലാഷ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കട്ടിങ് ടൂളിൽ കൊടുക്കുന്ന വേരിയേഷൻസ്, കാര്യങ്ങൾ, അവിടെയുള്ള പ്രോഡക്റ്റിന് കൊടുക്കുന്ന വേരിയേഷൻസ്. നെക്സ്റ്റ്, വേരിയേഷൻ ഡ്യൂ ടു അസൈനബിൾ കോസസ് എന്ന് പറയുമ്പോൾ പുവർ ക്വാളിറ്റി റോ മെറ്റീരിയൽ, അതുപോലെ മെഷീൻ കണ്ടീഷൻ, ചേഞ്ചിങ് വർക്കിംഗ് കണ്ടീഷൻ, ഇത് കാരണം കൊടുക്കുന്ന വേരിയേഷൻസ്. നെക്സ്റ്റ്, വേരിയബിൾസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്. വേരിയബിൾസ് അഥവാ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the quality characteristics which can be measured and expressed in specific unit of measurements are called variables. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റിലാണെങ്കിൽ അതിനെ പറയുന്ന പേരുമാണ് വേരിയബിൾസ് അഥവാ കണ്ടിന്യൂസ് ഡാറ്റ. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡയമെൻഷൻസ്, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയ ടെൻസൈൽ സ്ട്രെങ്ത്, ഡെൻസിറ്റി, ടെമ്പറേച്ചർ, ഹാർഡ്നെസ്, ഇതൊക്കെ ഒരു വേരിയബിൾസാണ്, അതായത് കണ്ടിന്യൂസ് ഡാറ്റയാണ്. ആട്രിബ്യൂട്ട്സ് ഓർ ഡിസ്ക്രീറ്റ് ഡാറ്റ. മെനി റിക്വയർമെൻറ്റ്സ് ആർ നെസസറിലി സ്റ്റേറ്റഡ് ഇൻ ടേംസ് ഓഫ് ആട്രിബ്യൂട്ട്സ് റാദർ ദാൻ വേരിയബിൾസ്. ഇപ്പോൾ വേരിയബിളിനേക്കാളും ഒരുപാട് റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ് എന്ത്, നമുക്ക് ആട്രിബ്യൂട്ട്സ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് അപ്ലൈസ് ടു തിങ്സ് ദാറ്റ് മേ ബി ജഡ്ജ്ഡ് ഓൺലി വിഷ്വൽ എക്സാമിനേഷൻ. ആട്രിബ്യൂട്ട്സ് നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യുന്നത് വിഷ്വൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാസ്റ്റിങ്ങിലൂടെ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്രാക്കോ അല്ലെങ്കിൽ ബ്ലോ ഹോൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ സർഫസ് ഇംപ്രഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ആട്രിബ്യൂട്ട്സ് അഥവാ ഡിസ്ക്രീറ്റ് ഡാറ്റയ്ക്ക് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. A frequency distribution is a tabulation of measured values arranged in systematically. നമ്മൾ മെഷർ ചെയ്ത വാല്യൂസ്, നമുക്ക് കിട്ടുന്ന മെഷർ ചെയ്ത വാല്യൂസിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു ടാബുലേഷനാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ഈസ് എ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ടു നോ ദ വേരിയേഷൻസ് ഇൻ മെഷർമെൻറ്റ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത വേരിയേഷൻസ്, അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ നേച്ചർ ഓഫ് വേരിയേഷൻ. നമുക്കൊരു പ്രോഡക്റ്റിൽ ഉണ്ടാവുന്ന വേരിയേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. First one, central tendency. One of the salient characteristics of the distribution of the sample data is that most of the observation tend to concentrate in the central distribution. This characteristics of distribution is known as central tendency. Central tendency എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു സെലിയൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്.
അതായത് നമുക്ക് കിട്ടുന്ന സാമ്പിൾ ഡാറ്റ അല്ലെങ്കിൽ നമ്മളെടുത്ത ഒബ്സർവേഷൻസിലെ കുറച്ച് സാമ്പിൾ ഡാറ്റ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലാണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. സെൻട്രൽ ടെൻഡൻസി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ 3 ways. 3 വേസിലൂടെ നമുക്ക് സെൻട്രൽ ടെൻഡൻസി എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദ ആവറേജ് വാല്യൂ അഥവാ അരിത്തമെറ്റിക് മീൻ. സെക്കൻഡ്, ദ മിഡിൽ വാല്യൂ അഥവാ മീഡിയൻ. തേർഡ്, ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഒക്കറിങ് വാല്യൂ അഥവാ മോഡ്. ഫസ്റ്റ് വൺ, അരിത്തമെറ്റിക് മീൻ. Arithmetic mean എന്ന് പറഞ്ഞിട്ട്, the arithmetic mean is the average of all the values of variate in the sample. If x1, x2, x3, etc., xn are the values of the variate x in the example, then the arithmetic mean is given by x equal to x1 plus x2 plus x3 plus etc. plus xn divided by n. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാമ്പിളിൻ്റെ ആവറേജ് ആണ്. അതായത് നമുക്കിപ്പോൾ n ഒബ്സർവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനെ മൊത്തം ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷനോട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് കിട്ടിയ സാമ്പിൾ ഡാറ്റേനെ മൊത്തം ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് അരിത്തമെറ്റിക് മീൻ. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ ഡാറ്റ പറഞ്ഞാൽ x1, x2, x3, എക്സെട്ര xn വരെയുള്ള സാമ്പിൾ ഡാറ്റ ആണെങ്കിൽ ഈ x1, x2, x3 പ്ലസ് xn ഇതിന് മൊത്തം നമ്മൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ ഡാറ്റ n കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അരിത്തമെറ്റിക് മീൻ. നെക്സ്റ്റ്, മീഡിയൻ. When all observations are arranged in ascending or descending order, then the median is the magnitude of the middle case. If there are n observations and they are arranged in ascending order, അതായത് നമുക്ക് കിട്ടുന്ന എല്ലാ ഒബ്സർവേഷനും ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അതിൽ കിട്ടുന്ന മിഡിൽ കേസിൽ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ മീഡിയൻ എന്ന് പറയും. ഇപ്പോൾ n ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. ദെൻ ദ മീഡിയൻ ഈസ് ഗിവൺ ബൈ n പ്ലസ് 1/2. നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തു. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡ് നമ്പറിലുള്ള, അതായത് സാമ്പിൾ ഡാറ്റയുടെ നമ്പർ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n പ്ലസ് 1/2. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ ഡാറ്റ. ഇനി സാമ്പിൾ ഡാറ്റയുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n/2 പ്ലസ് 1. നെക്സ്റ്റ്, മോഡ്. Mode is the value that occurs most frequently in a frequency histogram. It is the observed value corresponding to the high point of graph. മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ്ലി തുടർച്ചയായി വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട് 4, 3, 2, 5, 7, 4, 6, 5, 4. ഇവിടെ 4 എന്ത് മോഡ്, അതായത് 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളതിനേക്കാളും കൂടുതൽ തവണ 4 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഈ ഒബ്സർവേഷനിലെ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4. നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഡാറ്റ ഈസ് സ്കാറ്റേർഡ് അബൌട്ട് ദ സോൺ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഈസ് നോൺ ആസ് ഡിസ്പെർസൺ. ഈ സെൻട്രൽ ടെൻഡൻസിയിൽ ഉള്ള സോണിൽ നിന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡാറ്റാസാണ് ഡിസ്പെർസൺ. ദർ ആർ സെവറൽ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഔട്ട് ഓഫ് വിച്ച് ദ ഫോളോവിങ് ആർ ഇമ്പോർട്ടൻറ്റ്. ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്പെർഷനാണ് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ്, റേഞ്ച്. സെക്കൻഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. തേർഡ്, വേരിയൻസ്. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഞ്ച് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ ഓഫ് ഡിസ്പെർഷൻ ഇൻ എ സാമ്പിൾ. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് ദ സ്മോളസ്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു സെൻറ്റർ ഓഫ് ടെൻഡൻസി എന്ന സോണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഡാറ്റാസാണ് ഇത്
ഡിസ്പേഴ്സൺ. അപ്പോൾ മെഷർ ഓഫ് ഡിസ്പേഴ്സണിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെഷർ ഓഫ് ഡിസ്പേഴ്സണാണ് റേഞ്ച്. റേഞ്ച് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്സർവ്ഡ് വാല്യൂ, നമുക്ക് ഒരുപാട് ഒബ്സർവേഷൻസ് വാല്യൂ തന്നിട്ടുണ്ടാവും. ആ വാല്യൂസിലെ ഏറ്റവും ഹയസ്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ ഏറ്റവും സ്മോളസ്റ്റ് ഒബ്സർവ്ഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് റേഞ്ച്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Standard deviation is defined as the root mean square of the difference between the observation and the mean. അതായത് നമ്മളുടെ ഒബ്സർവേഷനും അതിൻ്റെ മീൻ വാല്യൂവും തമ്മിലുള്ള റൂട്ട് മീൻ സ്ക്വയർ ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. അപ്പോൾ ഇത് കാണാനുള്ള ഇക്വേഷൻ എന്നാൽ സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സമ്മേഷൻ ഓഫ് xi minus x bar divided by n. Next, variance. This is the sum of the square of the deviation from the arithmetical mean divided by the number of observation n. In other words, the variance is the square of the standard deviation. അപ്പോൾ നമ്മൾ കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സിമ്പലാണ് സിഗ്മ, അതിൻ്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത് വേരിയൻസ്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.